സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വീണ്ടും 3200 രൂപ വീതം തന്നെ എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. നേരത്തെ കുടിശ്ശികയായിട്ടുള്ള 2 ഗഡു പെൻഷൻ തുകയിൽ 1 ഗഡുവായിരുന്നു ഓണത്തോടനുബന്ധിച്ചുള്ള തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. ഇനി ശേഷിക്കുന്ന 1600 രൂപയുടെ വിതരണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ശേഷിക്കുന്ന 1 ഗഡു കൂടി വിതരണം പൂർത്തിയാക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയും കുടിശ്ശിക തുകയും വിതരണം ചെയ്തപ്പോൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 1600 രൂപ വീതം മാത്രമായിരുന്നു എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ തുക കുറഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 1600 രൂപ കൂടി നാളെ മുതൽ എത്തിച്ചേരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതമായ 200 മുതൽ 500 വരെയും 500 മുതൽ 1000 വരെയും തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതമായ 200 മുതൽ 1000 രൂപ വരെ ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും. കേന്ദ്രവിഹിതം കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി 8 ലക്ഷത്തോളം വരുന്ന NSAP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 43.67 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഇറങ്ങിയ ധനവകുപ്പ് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ല. ഇത്തരത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 2 ഗഡുവായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുമ്പോൾ ശേഷിക്കുന്ന കുടിശ്ശിക തുകയും പൂർണ്ണമായും തീർത്ത് വിതരണം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പുറമെ പുതുക്കിയ പെൻഷൻ വിതരണം ഇനി മുതൽ ഏറ്റവും അർഹതപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും മസ്റ്ററിംഗിന്റെയും ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും വിതരണം ആരംഭിക്കുക. കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും തുക ലഭിക്കാതെയുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി സമർപ്പിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന സർക്കാർ അറിയിപ്പ്. സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ 2025 ഒക്ടോബർ 31 മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അഥവാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.